ബോച്ചെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബൈ നൗ പേ ലേറ്റർ. കനത്ത മഴയിൽ വാടനാംകുറിശ്ശിയിൽ കടകളിലേക്ക് വെള്ളം കയറി. പട്ടാമ്പി കുളപ്പള്ളി പാതയുടെ അശാസ്ത്രീയ നിർമ്മാണവും അഴുക്കുചാൽ സംവിധാനം ഇല്ലാത്തതുമാണ് കാരണമെന്നതാണ് പരാതി. ശനിയാഴ്ച പെയ്ത കനത്ത മഴയിലാണ് വാടനാംകുറിശ്ശിയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറിയത്. വാടനാംകുറിശ്ശി വില്ലേജ് പരിസരത്തെ കടകളിലാണ് വെള്ളം കയറിയത്. പ്രദേശത്തെ ജനസേവന കേന്ദ്രത്തിന്റെ ഉള്ളിലേക്ക് വെള്ളവും ചെളിയും കുത്തിയൊലിച്ചെത്തി. പട്ടാമ്പി കുളപ്പള്ളി റോഡ് നവീകരണത്തിന്റെ അശാസ്ത്രീയതയാണ് ഇതിന് കാരണമെന്നാണ് ആക്ഷേപം. ഈ റോഡ് പണിയുടെ ഭാഗമായി വാടനാംകുറിശ്ശി വില്ലേജ് ഓഫീസ് പരിസരത്ത് അഴുക്കുചാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രാദേശിക വിഷയമാണ് ഉണ്ടായിരുന്നത്. അഴുക്കുചാൽ നിർമ്മാണം IPT മുതൽ ശ്രീനാരായണ വരെയും വാടനാംകുറിശ്ശി പരുത്തിപ്പുറ റോഡ് വരെയും ക്രമാതീതമായി ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. അതിനുശേഷം വാടനാംകുറിശ്ശി സ്കൂൾ മുതൽ മാട് വരെയുള്ള ഭാഗത്തും ഏകദേശം പൂർത്തിക്കൊണ്ടു. അതിനിടയിൽ കുറച്ച് സ്ഥലത്ത് മാത്രം ചില പ്രാദേശിക വിഷയങ്ങൾ കാരണം അഴുക്കുചാൽ നിർമ്മാണം പൂർത്തിയായിട്ടില്ല. പ്രാദേശിക വിഷയം എന്ന് പറഞ്ഞാൽ നിലവിൽ വന്ന ചാലിന് കീറിക്കൊണ്ട് ഉണ്ടായിരുന്ന സ്ഥലത്ത് അത് മൂടി അപ്പുറത്തുകൂടെയാണ് PWD സ്ഥലം പോകുന്നത് എന്നുള്ളത് കൊണ്ട് ആ സ്ഥലത്തെ അവിടുത്തെ കുറച്ച് പ്രാദേശിക ആളുകൾ തടഞ്ഞു. അതുകൊണ്ടാണ് അഴുക്കുചാൽ നിർമ്മാണം അവിടെ പൂർത്തിയാക്കാൻ സാധിക്കാതിരുന്നത് എന്നാണ് ഞാൻ ബന്ധപ്പെട്ട അധികാരികളോട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ആയതിന് എത്രയും പെട്ടെന്ന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് ഇന്ന് ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. കനത്ത മഴ പെയ്താൽ പോക്കുപടി പ്രദേശത്തും കടകളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥയുണ്ട്. പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഉയരത്തിലാണ് പുതിയ റോഡിന്റെ നിർമ്മാണം. ഇതോടൊപ്പം അഴുക്കുചാൽ കാര്യക്ഷമമായില്ലെങ്കിൽ മഴ പെയ്താൽ കടകളിലും വീടുകളിലും വെള്ളം കയറുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. .view ന്യൂസ്. കാഴ്ചകളാണ് ലോകം. കണ്ടു തുടങ്ങുക.